ശേഷം 2-3 പ്രാവശ്യം ഇവിടെ കടന്നു വന്നിട്ട് ആൻറ്റിയെ കാണാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. അങ്ങനെ അതിനുശേഷം വന്നപ്പോൾ ഇങ്ങനെ ആൻറ്റിയിൽ ദൈവാത്മാവ് ഇങ്ങനെ ഇടപെട്ടു എന്ന് പറയാൻ തക്കുള്ള ഇടയായി തീർന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ദൈവസേന ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തക്കുള്ള ഇടയായി തീർന്നു. നമ്മളെല്ലാവരും വിചാരിക്കും ദേശാന്തര ശക്തി ഇല്ല എന്ന് എല്ലാവരും വിശ്വസിക്കുന്ന എല്ലാവരും ദൈവാത്മാവ് എന്നെ കാണിച്ചു തന്ന ഒരു കാര്യം മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദേവസ്വങ്ങളിലൊക്കെ ഇവിടെ ആലുവയിൽ വന്നപ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ അമ്മാമയും കൊണ്ട് ഞങ്ങൾ 2-3 പേരിങ്ങനെ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നുപോയി. അപ്പോൾ മെസ്സേജ് എല്ലാം കഴിഞ്ഞ് ഈ അമ്മാമയെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും കണ്ടുമാണ് TV-യിൽ. ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സമയത്ത് ഈ ദേശത്തിൻ്റെ ശക്തി ശിവൻ ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. നിന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഇവിടെ അവകാശം, നിങ്ങൾക്ക് എന്താണ് ഇവിടെ അവകാശം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സകലത്തെ ഉളവാക്കിയ ദൈവത്തിൻ്റെ ഈ അവകാശമുള്ള ഈ സ്ഥലത്ത് എനിക്ക് അവകാശമുള്ള, നിനക്കെന്താണ് ഇവിടെ അവകാശം എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ വാദിച്ചുകൊണ്ടിരുന്നു. വാദിച്ചതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു, ഈ ദേശം എൻ്റെ അവകാശമാണ്. ഇവിടെ ചില ഹോസ്പിറ്റലുകൾ, ചില കടകൾ, ഇതൊക്കെ എൻ്റെ അവകാശം, എൻ്റെ ശക്തി കൊണ്ടാണ് ഇതൊക്കെ ഇവിടെ നടക്കുന്നതെന്ന് അതിങ്ങനെ എന്നോട് പറയാൻ തൊക്കെ ഇടയായി തീർന്നു. ഞാൻ ഈ ദേശം വിട്ടുപോയാൽ ഇതൊക്കെ നഷ്ടമായി തീരും, ഇതൊക്കെ നശിച്ചു പോകുമെന്ന് ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വാദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ആ ശക്തി അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ എന്ന് പറഞ്ഞ് അത് ആ ശക്തി അങ്ങനെ വിട്ടുപോകാൻ തൊക്കെ ഇടയായി തീർന്നു. പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 21 ദിവസം ഭവനത്തിൽ ഉപവസിച്ചു. ദേശത്തിനു വേണ്ടി, മെയിൻ വിഷയം ദേശത്തിനു വേണ്ടിയാണ്. ഞാൻ തനിയെ ഉപവസിച്ചു. ഞാൻ അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 2 ശക്തികളോട് ഒരുമിച്ച് അടുക്കളയുടെ സൈഡിൽ കൂടെ കയറി വന്നിട്ട് ഇങ്ങനെ എന്നോടിങ്ങനെ വാദിക്കുക. എന്നോടിങ്ങനെ ഞാൻ പറഞ്ഞു, നിനക്ക് എന്താണ് ഇവിടെ കാര്യം, ഇതെൻ്റെ ഭവനമാണ്, ദൈവം വസിക്കുന്ന ഭവനം ആണെന്ന് പറഞ്ഞ് അതിനെ ശാസിക്കുകയും, അതായത് എപ്പോഴും ഈ ശക്തി നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. നമ്മൾ ഭയപ്പെടുക, നമ്മൾ ധൈര്യമായിട്ട് കാൽവരി ക്രൂശിൽ കർത്താവ് ഇതിൻ്റെയൊക്കെ ഈ തലയെ തകർത്താണ്. ഇനി ഇതിനൊന്നും ചെയ്യാൻ കഴിയും. ഇതിൽ വാലിട്ട് അനക്കി നമ്മളെ ഭയപ്പെടുത്തുള്ള പിശാച് അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്നാണ് വേണ്ടി ഉണ്ടാടി സഞ്ചരിക്കുന്നത്. അപ്പം അവന് പല്ലില്ല, തലയില്ല, ഒന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദിവസങ്ങളിൽ നമ്മൾ ഭയം കൂടാതെ ധൈര്യത്തോടെ ദൈവസേനയിൽ നമ്മൾ അടുത്ത് നിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിടുതൽ നമുക്ക് കാണുവാൻ തക്കണിടയായി. പറഞ്ഞെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഇത് വിശ്വാസമില്ല. ചുമ്മാതാണ് ഇതൊക്കെ പറയുന്നത്, ദേശശക്തി ഉണ്ടെന്നും ഒന്നൊക്കെ വെറുതെ പറയുന്നത്. എന്നാൽ ഇതുണ്ട്. ദേശത്തിന് ഗോലിയാത്തിനെതിരെ ദാവീദ് ഗോലിയാത്തിനെ തകർത്തപ്പോൾ അവിടെ വലിയ വിടുതൽ നടക്കുവാൻ തക്കണിടയായി തീർന്നാൽ ഈ ദിവസങ്ങളിൽ നാം ഒരുമിച്ച് ദേശത്തിന്റെ ശക്തിക്കെതിരെ പോരാടുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ തക്കണിടയായി തീരും. നാം ആദ്യം തന്നെ നമുക്ക് പ്രാർത്ഥിക്കേണ്ട വിഷയം ദേശത്തിന്റെ വിടുതലിന് വേണ്ടിയാണ്.